ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുപ്രഭാതം, ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 25 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 25 ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 67 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം നമ്മൾക്ക് ശ്ലോകങ്ങൾ വായിക്കാം. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢമന്ത്രിണീ പരിസേവിത കിരിചക്രരഥാരൂഢദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാരമധ്യക ഭണ്ഡസൈന്യവധോദ്യുക്തശക്തിവിക്രമഹർഷിത നിത്യാ പരാക്രമാടോപനിരീക്ഷണസമുത്സുക ഭണ്ഡപുത്രവധോദ്യുക്തബാലാവിക്രമനന്ദിത മന്ത്രിണ്യംബാവിരചിത വിഷംഗവധതോഷിത വിശുക്രപ്രാണഹരണവാരാഗീ വീര്യനന്ദിത കാമേശ്വരമുഖാലോകകൽപ്പിത ശ്രീഗണേശ്വര. ഈ 5 ശ്ലോകങ്ങളിലും കൂടെ 10 നാമങ്ങളേ ഉള്ളൂ. ഓരോ ശ്ലോകത്തിലും 2 നാമം, അതായത് 16 അക്ഷരം വരുന്ന വലിയ ശ്ലോകങ്ങൾ മാത്രം. അപ്പം ഇത് ആദ്യത്തെ ശ്ലോകത്തിൽ 2 നാമം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഒരു നാമം. രണ്ടാമത്തെ നാമം ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. 27ാമത്തെ ശ്ലോകത്തിൽ കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ഒരു നാമം. രണ്ടാമത്തെ നാമം ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാരമധ്യക. 4 നാമങ്ങളായി. ഇനി ഈ അടുത്ത ശ്ലോകത്തിൽ ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിത ഒരു നാമം. രണ്ടാമത്തെ നാമം നിത്യാ പരാക്രമാടോപനിരീക്ഷണ സമുത്സുക. അടുത്ത ശ്ലോകം ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാവിക്രമനന്ദിത മന്ത്രിണ്യംബാവിരചിത വിഷംഗവധതോഷിത. ലാസ്റ്റ് ശ്ലോകം വിശുക്രപ്രാണഹരണവാരാഹീ വീര്യനന്ദിത കാമേശ്വരമുഖാലോകകൽപ്പിത ശ്രീ ഗണേശ്വര. ഇതാണ് 10 നാമങ്ങളും 5 ശ്ലോകങ്ങളും മാത്രം. ഇനി ഓരോ നാമം എടുത്തിട്ട് നോക്കാം. അപ്പം നമ്മളിവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ അശ്വാരൂഢ അധിഷ്ഠിത അശ്വ കോടി കോടി വിരാ പറഞ്ഞു അല്ലേ. ഭണ്ഡാസുരനെ കൊല്ലാനായിട്ട് ഉദ്യുക്തയായി എല്ലാ സന്നാഹങ്ങളോടും കൂടി വന്ന ദേവി. പിന്നെ ആ ദേവി അശ്വാരൂഢയായി കുതിര സൈന്യത്തിൽ ആവൃതയായിരിക്കുന്നവളെന്നൊക്കെ പറഞ്ഞു. ഇനി ഇവിടെ ആദ്യത്തെ നാമം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. ചക്രരാജരഥം, ചക്രരാജം ശ്രീചക്രം തന്നെയാണ്. ആ ശ്രീവിദ്യാമന്ത്രത്തിലെ ശ്രീചക്രമാകുന്ന ആ ശ്രീചക്രത്തിൽ ആ രഥം, ആ രഥത്തിൻ്റെ പേരാണ്, ദേവിയുടെ രഥത്തിൻ്റെ പേരാണ് ശ്രീചക്രരാജരഥം. അതിൽ ആരൂഢയായി എല്ലാ ആയുധങ്ങളോടും കൂടി ആരൂഢയായി ഇരിക്കുന്നവൾ എന്ന് അർത്ഥം. അതായത് ദേവിയുടെ ആ രഥം എന്ന് പറയുന്നത് നമ്മളുടെ
ശരീരത്തിലെ കുണ്ടലിനിയുടെ 6 എന്താണത്, മൂലാധാരം മുതൽ ഷഡാധാരങ്ങൾ അല്ലേ, 6 ആധാരങ്ങൾ. മൂലാധാരം സ്വാധിഷ്ഠാനം തുടങ്ങി മുകളിലോട്ട് സുഷുപ്ന നാഡി വരെ 7 ആധാരങ്ങൾ. അപ്പോൾ അതിനെയാണ് ഈ പറയുന്നത്. അതിൽ 7ാമത്തേതായ ഈ സുഷുപ്ന നാഡിയെയാണ് ഇവിടെ കുണ്ടലിനി, ഇവിടെ ഈ രഥമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രഥത്തിൽ കോടിക്കണക്കിന് അശ്വങ്ങളുണ്ടെന്ന് പറഞ്ഞാലോ, നമ്മളുടെ ശരീരത്തിലെ ആ നാഡികൾ, ഞരമ്പുകൾ, അതിനെയാണ് കോടിക്കണക്കിന് കുതിരയായിട്ടും ആയുധങ്ങളായിട്ടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുണ്ടലിനിയോട് ചേർത്ത്, അങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, പറയുക ചെയ്ത് അതാണ് ദേവിയുടെ ആ രഥം. അപ്പോൾ ആ ചക്രരാജ രഥത്തിൽ ആരൂഢ കയറിയിരിക്കുന്നു. എങ്ങനെയാണ് ദേവി ഇരിക്കുന്നത്? സർവ്വ ആയുധങ്ങളും പിന്നെ കുതിരകളെ പൂട്ടിയിരിക്കുന്ന, കോടിക്കണക്കിന് കുതിരകളെ പൂട്ടിയിരിക്കുന്ന രഥത്തിൽ കയറിയിരുന്ന് എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളോടും കൂടി. അപ്പം ചക്രരാജ രഥാരൂഢ സർവ ആയുധ പരിഷ്കൃത, കോടിക്കണക്കിന് അശ്വങ്ങളാലും ആയുധങ്ങളാലും ആവൃതയായിരിക്കുന്നു, ചുറ്റപ്പെട്ടിരിക്കുന്നവൾ. ആവൃതം എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടിരിക്കുന്നവൾ എന്നർത്ഥം. ഇവിടെ ലളിതോപാഖ്യാനത്തിലോ എവിടെയോ ദേവിയുടെ രഥത്തിനെ പറ്റി, ഈ രഥത്തെ പറയുന്നുണ്ട് 10 യോജന ഉയരവും 4 യോജന വിസ്തൃതിയും 9 തട്ടുകളും ഉണ്ടെന്ന്. 9 തട്ടുകൾ നമ്മുടെ നവാക്ഷരി മന്ത്രമാകാം, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇടത്തും വലത്തും ഗാനം ചെയ്യുന്ന ദേവിമാരും ഒക്കെ ഉണ്ട്. അപ്പം ഈ ശ്രീചക്ര രഥം, ഈ രഥത്തിൻ്റെ പേര് ശ്രീചക്ര രഥം. ദേവി ഉപാസനയിൽ പ്രധാനപ്പെട്ട ശ്രീവിദ്യാ മന്ത്രത്തിലെ ചക്രം, അതാണ് ഇവിടുത്തെ ചക്രരാജൻ. എല്ലാ ചക്രങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചക്രമാണ് ദേവിയുടെ ചക്രരാജൻ എന്ന പേര് അതിന്. അതിൽ ആരൂഢയായിരിക്കുന്നു ദേവി. അതുകൊണ്ട് ദേവിക്ക് ചക്രരാജ രഥാരൂഢ സർവായുധ പരിഷ്കൃത എന്ന് പേര്. അടുത്ത നാമം ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. ഗേയചക്രം, ഗേയചക്രം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇടതുവശത്തും വലതുവശത്തും പാട്ട് പാടുന്ന ദേവികളോട് കൂടിയ ആ ചക്രം. അതിൽ ഗേയം ഇടതെന്നും പറയാം. ആ ചക്രത്തിൽ ആരൂഢയായിരിക്കുന്ന മന്ത്രിണീ പരിസേവിത, ദേവിയുടെ മന്ത്രിണിമാരായ ദേവിമാരാൽ പരിസേവിതയായിട്ട് ഇരിക്കുന്നു. അപ്പം കീർത്തിക്കപ്പെടേണ്ട മന്ത്രിണീ ദേവി, മന്ത്രിണീ ദേവതയാൽ സേവിക്കപ്പെടുന്നവൾ, അതാണ് ഗേയചക്രരഥാരൂഢ. ഗാനം ചെയ്തുകൊണ്ടിരിക്കുക ആ ദേവിമാരെ, അതാണ് ഗേയം. ഗേയം എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യുക. അപ്പം കീർത്തിക്കപ്പെടേണ്ട, അതായത് ഗാനം ചെയ്യപ്പെടേണ്ട ആ മന്ത്രിണീ ദേവതയാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക്, ആ ദേവിയെ മാതംഗി ദേവി, ശ്യാമളാദേവി എന്നൊക്കെ പറയാം. സാക്ഷാൽ സരസ്വതി ദേവിയുമാകാം. കാരണം കീർത്തിക്കപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ഇനി അത് സംഗീത നിപുണയായിരിക്കും ആ ദേവി. സംഗീത നിപുണയായ ആ ദേവിയെ അത് എന്താ പറയുക, അപ്പോൾ ചക്രരാജരഥത്തിൽ ആരൂഢയായി, ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചക്രരാജരഥാരൂഢയായി കോടിക്കണക്കിന് അശ്വങ്ങളാലും ആയുധങ്ങളാലും ആവൃതയായിരിക്കുന്നവളെന്നും ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത, കീർത്തിക്കപ്പെടേണ്ട മന്ത്രിണീ ദേവതയാൽ സേവിക്കപ്പെടുന്നവൾ, പരിസേവിത. അതായത് ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ സുഖവും ഒക്കെ പിടിച്ചിട്ടുണ്ട് ആ ദേവി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ദേവി
ശ്യാമളാദേവി എന്നോ മാതങ്കി ദേവി എന്നോ ഒക്കെ പറയാം. ഗാനത്തിൽ നിപുണ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ശ്ലോകം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. അടുത്ത ശ്ലോകം കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാരമധ്യക. 2 നാമങ്ങൾ. ആദ്യത്തെ നാമം കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. കിരി, കിരി എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി, പന്നിയെയാണ് കിരി എന്ന് പറയുന്നത്. അപ്പം പന്നിയെ പൂട്ടിയ രഥം, അതിൽ ആരൂഢയായി ഒരു ദണ്ഡൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു ദേവി, വാരാഹി ദേവി എന്നോ ദണ്ഡനാഥ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാരാഹി ദേവിയാൽ പുരസ്കൃതയായ ദേവി എന്നും എടുക്കാം. അപ്പം ഈ വാരാഹം പൂട്ടിയ രഥം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിനെയാണ്, മനക്കരുത്തെന്ന് പറയില്ലേ, അത്. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. പുര എന്ന് പറഞ്ഞാൽ മുൻപിൽ എന്നർത്ഥമുണ്ട്. അപ്പോൾ പുരസ്കൃത എന്ന് പറഞ്ഞാലോ മുൻപിൽ വാരാഹം പന്നിയെ കെട്ടിയ രഥം. നേരത്തെ നമ്മൾ കുതിരയെ കെട്ടിയ രഥത്തെ പറ്റി പറഞ്ഞു അല്ലേ? ഇവിടെ പറയുന്നു പന്നി. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. കിരിചക്രത്തിൽ വാരാഹിയാൽ പുരസ്കൃതയായ ദേവി. 5 തന്മാത്രയാണ് അമ്പുകളൊക്കെ ദേവിയുടെ കയ്യിലുള്ളത്. അങ്ങനെ ആ ദേവി ദണ്ഡനാഥയായിട്ട്, ദണ്ഡ് എന്ന് പറഞ്ഞാൽ അത് യമദേവൻ്റെയാണ് ആ ദണ്ഡ്. അപ്പോൾ യമദേവൻ്റെ ശക്തിയായിരിക്കാം. 5 തന്മാത്രയാകുന്ന സായകങ്ങളും ഉണ്ട് കയ്യിൽ. സായകം അമ്പാണ്. അപ്പോൾ അതൊക്കെ ധരിച്ച് കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. കിരിചക്രം എന്ന രഥത്തിൽ വാരാഹിയാൽ പുരസ്കൃതയായ ദേവി. അടുത്ത നാമം ജ്വാലാമാലിനിക ക്ഷിപ്ത വന്യപ്രാകാരമധ്യക. വന്നി എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, പ്രാകാരം എന്ന് പറഞ്ഞാൽ കോട്ടയാണ്. അപ്പോൾ വന്യപ്രാകാരം എന്ന് പറഞ്ഞാൽ അഗ്നിക്കോട്ട. അതിൻ്റെ മധ്യത്തിൽ ഗമിക്കുന്നവൾ. അപ്പം ജ്വാലാമാലിനി എന്ന ദേവിയാൽ ജ്വാലാമാലിനിക ക്ഷിപ്തവന്യപ്രാര. ആ ജ്വാലാമാലിനിക എന്ന ദേവിയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിക്കോട്ടയുടെ മധ്യത്തിൽ ഗമിക്കുന്നവൾ. ഓരോ തിഥിക്കും ഓരോ ദേവതമാരുണ്ട്. ഇപ്പോൾ 1 മുതൽ 15 വരെയുള്ള തീയതികൾക്ക് 15 ദേവതകൾ. ഇനി ആ 15 മുതൽ 1 വരെ എടുത്താലും 15 ദേവതകൾ. അപ്പോൾ ഓരോ നമ്മളുടെ അവയവങ്ങൾക്ക് ഇതിനും ഓരോ ദേവതമാരുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ജ്വാലാമാലിനിക എന്ന ദേവി ദേവിയാൽ ഉണ്ടാക്കിയ, ആ ദേവിയാൽ ക്ഷിപ്ത എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ, അതിൽ നിന്ന് എന്നൊക്കെ അർത്ഥം. അഗ്നിക്കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകം കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനിക ക്ഷിപ്തവന്യപ്രാകാരമധ്യക. അടുത്ത ശ്ലോകം ഭണ്ഡപുത്രവധോദ്യുക്ത ശക്തിവിക്രമഹർഷിത. ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിവിക്രമഹർഷിത. ഇവിടെ ഉദ്യുക്ത എന്ന് പറഞ്ഞാൽ ഒരുമ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ഉയർന്നു വന്നവൾ, അല്ലെങ്കിൽ അതിനായിട്ട് ഉദ്യമിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ ഇനിയിപ്പം 64 മുതൽ 83 വരെയുള്ള നാമങ്ങൾ ഭണ്ഡാസുരവധത്തെ സംബന്ധിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇവിടെ 72-ാമത്തേതിൽ ഭണ്ഡ സൈന്യ വധ ഉദ്യുക്ത ശക്തി വിക്രമഹർഷിത, ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ വധിക്കുന്നതിനായി ഉദ്യുക്തയായ ശക്തീദേവിമാരുടെ ഹർഷത്തിന് പാത്രീഭൂതയായവൾ. അതായത് പ്രധാന ശക്തി സേനകളാകുന്ന തിരസ്കരണി, സമ്പൽക്കരി തുടങ്ങിയ ദേവിമാരുടെ സന്തോഷത്തിന് പാത്രീഭൂതയായവൾ എന്നർത്ഥം. അടുത്തത് നിത്യാപരാക്രമ ആടോപ നിരീക്ഷണ സമുത്സുക. ആടോപം എന്ന് പറഞ്ഞാൽ അതിശയം അല്ലെങ്കിൽ അത്ഭുതം. അപ്പം നിത്യാപരാക്രമം, നിത്യാദേവിമാർ എന്നുള്ള ആ ദേവിമാർ, നിത്യാദേവിമാർ മന്ത്രം തന്ത്രം യന്ത്രമൊക്കെ ആയിരിക്കും. നിത്യാദേവിമാരാൽ അത്ഭുതമായി നിരീക്ഷണ സമുത്സുക, നിരീക്ഷിക്കുന്നതിൽ, അതായത് നിത്യാദേവികളുടെ പരാക്രമത്തിൽ ഉത്സുകയായിരിക്കുന്നവൾ, ആ പരാക്രമങ്ങൾക്ക് ഉത്സുകയായിരിക്കുന്നവൾ, അതിശയകരമായ പരാക്രമത്തിൽ സന്തോഷിക്കുന്നവൾ എന്നർത്ഥം. അപ്പം നിത്യാദേവികളുടെ പരാക്രമത്താൽ ഉത്സുകയായിരിക്കുന്നവൾ. ഈ ശ്ലോകം ഭണ്ഡസൈന്യവധോദിക്ത ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമാടോപനിരീക്ഷണ സമുത്സുക. അടുത്ത ശ്ലോകം ഭണ്ഡപുത്രവധോദിക്ത ബാല വിക്രമനന്ദിത മന്ത്രിണ്യ അംബാവിരചിത വിഷംഗവതതോഷിത ഭണ്ഡപുത്രവധോദിക്ത ബാല വിക്രമനന്ദിത. നമ്മളുടെ വാസന മലങ്ങൾ, അഹങ്കാരം, അതൊക്കെയാണ് ഈ ഭണ്ഡാസുരന്മാർ. ആ ഭണ്ഡാസുരൻ്റെ മക്കൾ 30 പേരുണ്ട്, 30 മക്കളാണ്. ഭണ്ഡപുത്രവധ ഉദ്യുക്ത ബാലാവിക്രമനന്ദിത. ബാലാദേവി, അതായത് പുത്രീഭാവത്തിൽ, ദേവിയുടെ പുത്രീഭാവത്തിൽ 9 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു ദേവി ഭണ്ഡാസുരപുത്രന്മാരെ വധിക്കാനായി ഉത്സുകയായി ഇരുന്നു. കർണരഥം എന്ന രഥത്തിൽ കയറി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കവചവും ഒക്കെ ധരിച്ച് ആ ലളിതാദേവിയുടെ കർണരഥത്തിൽ പുത്രീഭാവത്തിൽ ബാലാദേവിയായിട്ട് ഭണ്ഡപുത്രൻ്റെ അല്ലെങ്കിൽ ഭണ്ഡാസുരൻ്റെ പുത്രന്മാരെ 30 പുത്രന്മാരുണ്ട്. എല്ലാം അഹങ്കാരം തന്നെയാണ്. ബാലാമന്ത്ര, അതായത് നമ്മൾ ദേവി മഹാത്മ്യത്തിൽ പഠിച്ചില്ലേ നവാക്ഷരി മന്ത്രങ്ങൾ, അത് തന്നെയാണ് ഈ 9 വയസ്സെന്നൊക്കെ പറഞ്ഞത്. 9 അക്ഷരം, അതായത് ഈ ബാലാമന്ത്രത്തിലെ 9 അക്ഷരങ്ങൾ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേവീപുത്രിയായ ബാലാദേവിയുടെ വിക്രമത്താൽ ഭണ്ഡാസുരപുത്രന്മാരെ വധിക്കാനായി ഉത്സുകയായിരിക്കുന്ന ദേവി കർണരഥം, അതിൽ സന്തോഷിക്കുന്നവളാണ് ദേവി എന്നർത്ഥം. ആ ബാലാമന്ത്രമായ 9 അക്ഷരം നവാക്ഷരീ മന്ത്രത്തെയാണ് അത് പറയുന്നത്. അതാണ് 9 വയസ്സെന്നൊക്കെ പറഞ്ഞത്. ഇനി അടുത്ത നാമം മന്ത്രിണ്യ അംബാവിരചിത വിഷംഗവതതോഷിത. മന്ത്രിണ്യ അംബാവിരചിതം, മന്ത്രിണി എന്ന ദേവി എന്ന അമ്മയാൽ നിർമ്മിച്ച വിരചിതമായ വിഷങ്കൻ എന്ന അസുരനെ വധിക്കപ്പെട്ടതിൽ സന്തോഷിക്കുന്നവൾ. വിഷങ്കൻ, വിശുക്രൻ എന്ന് 2 അസുരന്മാർ ഈ ഭണ്ഡാസുരൻ്റെ വലത്തെ തോളിൽ നിന്നും ഇടത്തെ തോളിൽ നിന്നും ഉണ്ടായി. അതിൽ വിഷങ്കൻ ഇടതു തോളിൽ നിന്നാണ് ഉണ്ടായത്. ആ വിഷങ്കൻ എന്ന അസുരനെ വധിക്കാനായി ഉണ്ടായ ദേവിയാണ് ആ ബാലാദേവി, അല്ലേ? അപ്പോൾ വിഷങ്കൻ മന്ത്രിണീ ദേവിയാൽ മന്ത്രിണി അംബ, മന്ത്രിണി എന്ന അമ്മ, അംബ എന്ന് പറഞ്ഞാൽ അമ്മ,
ആ അമ്മയാൽ വധിക്കപ്പെട്ട വിഷങ്കൻ എന്ന അസുരനെ വധിക്കപ്പെട്ടതിൽ സന്തോഷിക്കുന്നവൾ. അതായത് ആ ദേവിയെ ഈ ഭണ്ഡാസുരൻ്റെ മക്കളിൽ വിഷങ്കൻ ഇടത്തു തോളിൽ നിന്നുണ്ടായ ആ വിഷങ്കനെ കൊന്നത് ഈ ബാലാദേവിയാണ്. അപ്പോൾ അതിൽ ആ മന്ത്രിണീ ദേവിയിൽ സന്തോഷിക്കുന്നവളാണ് ആ ദേവി. വിഷങ്കൻ എന്ന അസുരനെ വധിക്കപ്പെട്ടതിൽ സന്തോഷിക്കുന്നവൾ എന്നർത്ഥം. മന്ത്രിണി അംബാവിരചിത വിഷങ്കവതതോഷിത. മന്ത്രിണീ ദേവിയാൽ വിഷങ്കൻ എന്ന അസുരനെ വധിക്കപ്പെട്ടതിൽ സന്തോഷിക്കപ്പെടുന്നവൾ. അപ്പം ഈ ശ്ലോകം പണ്ഡപുത്ര വധോദ്യുക്ത ബാലാവിക്രമ നന്ദിത, അതായത് ദേവീപുത്രിയായ ബാലാദേവിയുടെ വിക്രമത്താൽ ഭണ്ഡാസുരപുത്രന്മാരെ വധിക്കാനായി ഉത്സുകയായിരിക്കുന്ന അതിൽ സന്തോഷിക്കുന്നവൾ. മന്ത്രിണി അംബാവിരചിത വിഷങ്കവതതോഷിത. മന്ത്രിണീ ദേവിയാൽ വിഷങ്കൻ എന്ന അസുരനെ വധിക്കപ്പെട്ടതിൽ സന്തോഷിക്കുന്നവൾ. അത് ഇടത്തു തോളിൽ നിന്ന് വിഷങ്കനും വലത്തെ തോളിൽ നിന്ന് വിശുക്രനുമുണ്ടായി. അവരുടെ പ്രാണഹരണവാരാകി അടുത്ത ശ്ലോകത്തിൽ. ഇവിടെ വിശുക്രപ്രാണഹരണ വാരാകി വീരനന്ദിത അടുത്ത നാമം, 76ാമത്തെ നാമം. വിശുക്രൻ, ഞാൻ പറഞ്ഞു 2 പുത്രന്മാർ, ഒന്ന് വലത്തെ തോളിൽ നിന്നും ഒന്ന് ഇടത്തെ തോളിൽ നിന്നും ഉണ്ടായി, വിഷങ്കനും വിശുക്രനും. അതിൽ വിഷങ്കനെ മന്ത്രിണ്യമ്പ എന്ന ദേവി കൊന്നു. ഇവിടെ വിശുക്രപ്രാണഹരണ വാരാകി വീരനന്ദിത. ഇവിടെ വിശുക്രൻ എന്ന ആ വലത്തു തോളിൽ നിന്നുണ്ടായവനെ കൊന്നത് വാരാഹി ദേവി. അപ്പോൾ വിശുക്രനെ വധിച്ച വാരാഹി ദേവിയുടെ വീര്യത്തിൽ സന്തോഷിച്ചവൾ എന്നർത്ഥം. അടുത്ത നാമം കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. കാമേശ്വരൻ മഹാദേവൻ അല്ലേ? ആലോകം, മുഖത്തേക്ക് നോക്കിക്കൊണ്ട്. കൽപ്പിത ശ്രീ ഗണേശ്വര, കൽപ്പിത എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക. അപ്പം മഹാദേവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗണേശ്വരനെ നിർമ്മിച്ചവൾ. ഒരു ഗണപതിയെ മഹാദേവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് ദേവി നിർമ്മിച്ചു. അതാ പറയുന്നത് വിശുക്രപ്രാണഹരണ വാരാകി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. അപ്പം കാമേശ്വരൻ്റെ മഹാദേവൻ്റെ മുഖത്തെ ആലോകനം ചെയ്ത് ഗണേശ്വരനെ നിർമ്മിച്ചവൾ എന്നർത്ഥം. 10 കൈകളും പിന്നെ ആ കൈകളിലൊക്കെ മാതളപ്പഴം, ഗദ, കരിമ്പ്, പിന്നെ വില്ല്, അമ്പുകൾ, പിന്നെ നെൽക്കതിര്, മുറിഞ്ഞ ഒരു കൊമ്പ്, ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കലശമുണ്ട് തുമ്പിക്കൈയിൽ. ഇതെല്ലാം പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള ആ ഗണേശ്വരനെ നിർമ്മിച്ചവൾ ദേവി. അതായത് ശ്ലോകം മുഴുവൻ കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം വായിക്കാം. ഒന്നിച്ചൊന്ന് വേഗം അർത്ഥം പറഞ്ഞു പോകാം. ചക്രരാജരഥാരൂഢ സർവായുധപരിഷ്കൃത. ചക്രരാജരഥത്തിൽ കോടിക്കണക്കിന് അശ്വങ്ങളാലും ആയുധങ്ങളാലും ആവൃതിയായിരിക്കുന്നവൾ. ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. ഗേയചക്രം കീർത്തിക്കപ്പെടേണ്ട മന്ത്രിണീ ദേവതയാൽ സേവിക്കപ്പെടുന്നവൾ. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. കിരി പന്നി, അപ്പോൾ പന്നിയെ പൂട്ടിയ കിരിചക്രരഥത്തിൽ വാരാഹിയാൽ പുരസ്കൃതയായ ദേവി 5 തന്മാത്രകൾ അമ്പുകളാക്കി ഇരിക്കുന്നു. അടുത്തത് ജ്വാലാമാലിനിക ക്ഷിപ്തവന്യപ്രാകാരമധ്യക. ജ്വാലാമാലിനികയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിക്കോട്ടയുടെ മധ്യത്തിൽ ഗമിച്ചവൾ. അടുത്ത നാമം ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമകർഷിത. ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ വധിക്കുന്നതിനായി ഉദ്യുക്തയായ ശക്തീദേവിമാരുടെ
ഹർഷത്തിന് പാത്രീഭൂതയായവൾ. ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിത. അടുത്ത നാമം നിത്യാപരാക്രമാടോപനിരീക്ഷണ സമുത്സുക. നിത്യാദേവി, നിത്യാദേവിമാരുടെ പരാക്രമത്തിൽ ഉത്സുകയായിരിക്കുന്നവൾ. അടുത്ത ശ്ലോകം പണ്ഡപുത്രവധോദിക്ത ബാലാവിക്രമനന്ദിത. ദേവീപുത്രിയായ ബാലാദേവിയുടെ വിക്രമത്താൽ ഭണ്ഡാസുരപുത്രന്മാരെ വധിക്കാനായതിൽ സന്തോഷിച്ചിരിക്കുന്നവൾ എന്നർത്ഥം. മന്ത്രിണ്യംബാവിരചിത വിഷംഗവധതോഷിത. മന്ത്രിണി അംബ, മന്ത്രിണി അംബാവിരചിതയായിരിക്കും. മന്ത്രിണീ ദേവിയാൽ വിഷങ്കൻ എന്ന അസുരനെ വധിക്കപ്പെട്ടതിൽ സന്തോഷിക്കുന്നവൾ. അടുത്തത് വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത. വിശുക്രനെ വലതു തോളിൽ നിന്നുണ്ടായപ്പോൾ വധിച്ച വാരാഹി ദേവിയുടെ വീര്യത്തിൽ സന്തോഷിക്കുന്നവൾ. കാമേശ്വരമുഖാലോകകൽപിത ശ്രീഗണേശ്വര. കാമേശ്വരൻ്റെ മഹാദേവൻ്റെ മുഖത്തെ ആലോകനം ചെയ്ത് ഗണേശ്വരനെ നിർമ്മിച്ചവൾ എന്ന്. ശ്ലോകം മുഴുവൻ ഒന്നും കൂടി ഒന്ന് വായിച്ചു തരാം. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാരമധ്യക. ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിത. നിത്യാപരാക്രമാടോപനിരീക്ഷണ സമുത്സുക. ഭണ്ഡപുത്രവധോദിക്ത ബാലാവിക്രമനന്ദിത. മന്ത്രിണ്യംബാവിരചിത വിഷംഗവധതോഷിത. വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത. കാമേശ്വരമുഖാലോകകൽപിത ശ്രീഗണേശ്വര. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഈ കറക്ഷൻ ചെയ്തു തരുന്നുണ്ട്. ആ കഴിഞ്ഞ ശ്ലോകത്തിൽ സിന്ദൂരവ്രജസേവിത, സിന്ദൂരം ആനത്തലയാണെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞു വന്നു. പിന്നെയും സിന്ദൂരം സിന്ദൂരം എന്ന് കുറേ പേര് വായിച്ചിട്ടുണ്ട്. അതായത് ക്ലാസ് ശരിക്ക് കേൾക്കാതെ നിങ്ങൾ പഠിക്കരുത് പ്ലീസ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം. അമേ നാരായണ. അപരാധ സഹസ്രാണി ക്രിയന്തി ഹർനിശമയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വര.